സിനിമാ മേഖലയിൽ നിന്ന് പുതിയ സംഘടനയ്ക്ക് നീക്കം. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടന. ആഷിഖ് അബു, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിവരാണ് സംഘടനയ്ക്ക് പിന്നിൽ. സിനിമാ പ്രവർത്തകർക്ക് കത്ത് നൽകി. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, അമ്മ എന്ന സംഘടനയ്ക്ക് ബദലായി അല്ലെങ്കിൽ അതിന് സമാന്തരമായി മറ്റൊരു സംഘടന ഇപ്പോൾ വരികയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? അവണി അമ്മ എന്ന സംഘടനയ്ക്ക് ബദലായി മാത്രമല്ല, സിനിമാ മേഖലയിലെ സമസ്ത എല്ലാ സംഘടനകൾക്കും ബദലായി പുരോഗമന സ്വഭാവമുള്ളൊരു സംഘടന എന്നതാണ് ഇവരുടെ നീക്കം. അതിൻ്റെ പേര് തന്നെ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ളതാണ്. അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആലോചനയ്ക്കായി ഒരു കത്ത് സിനിമാ പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട്. ആ കത്തിൻ്റെ പകർപ്പാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ആ കത്തിൽ പറയുന്നത്, സിനിമാ മേഖല ഇപ്പോൾ നിലവിൽ കാലഹരണപ്പെട്ട ഒരു തത്വശാസ്ത്രത്തിൻ്റെ സംവിധാനങ്ങളുടെയൊക്കെ പിന്നിലാണ് ഉള്ളത്. മറ്റ് മേഖലകളെല്ലാം പുരോഗമനപരമായി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ മാത്രം കാലഹരണപ്പെടുന്നു. ഒരു തരത്തിലുള്ള സഹകരണവും സമത്വവും സാഹോദര്യവും ഇല്ലാത്ത ഒരു സംവിധാനമായി സിനിമാ മേഖല മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് പുതുക്കി പണിയേണ്ടതുണ്ട്. പുതുക്കി പണിയണമെങ്കിൽ നമ്മൾ അതിൽ അണിയറ പ്രവർത്തകർ തന്നെ മുന്നിട്ട് ഇറങ്ങണം. അതുകൊണ്ട് നമ്മളൊരു പുതിയ സംഘടനയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. മലയാള ചലച്ചിത്ര വ്യവസായത്തെ നമുക്ക് നവീകരിക്കാം എന്ന് പറയുന്ന ഒരു കത്ത് വിവിധ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പിന്നണി പ്രവർത്തകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ആഷിഖ് അബു, രാജീവ് രവി, റിമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര തുടങ്ങി 7 പേരാണ് ഈ കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ആ സിനിമാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ചേർന്ന് പുതിയൊരു പുരോഗമന സ്വഭാവമുള്ളൊരു സംഘടന എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതായത് സിനിമാ മേഖലയിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം, ചിട്ടയായ ആധുനികവൽക്കരണം, തൊഴിലാളികളുടെ ശാക്തീകരണം, ഈ 3 മൂല്യങ്ങളിൽ അധിഷ്ഠിതമായൊരു സംഘടന ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഇവർ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ കത്ത് വിതരണം പുരോഗമിക്കുകയാണ്. വിവിധ സിനിമാ മേഖലയിലുള്ളവർക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരുന്നു അതിൻ്റെ വിതരണം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപ് തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ ഇത് പുറത്തു വിട്ടപ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. ഏതായാലും കത്ത് വിതരണം നടക്കുന്നു. ആദ്യഘട്ടമായി ചെറിയ കൂടിയാലോചനകൾ നടക്കും. തുടർന്ന് വിപുലമായൊരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ എന്നൊക്കെയാണ് ഇവരുടെ പ്ലാൻ. ഇത് എത്രമാത്രം മറ്റ് സിനിമാ പ്രവർത്തകർ ഇതിനോട് സഹകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമുക്കൊക്കെ അറിയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ പൊട്ടിത്തെറികളുടെ തുടർച്ചയാണ് ഇതെല്ലാം. വിവിധ സിനിമാ സംഘടനകളുണ്ട്, ഫെഫ്ക, മാക്ട, സിനിമ പ്രൊഡ്യൂസേഴ്സ്, താരസംഘടനയായ അമ്മ, അങ്ങനെ 5-6 സംഘടനകൾ, അവയ്ക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഒക്കെ നിലവിലുണ്ട്. അതിൽ നിന്നെല്ലാം പുറത്ത് ബദലായി ഒരു സംഘടന എന്നാണ് ഇവരുടെ ലക്ഷ്യം. ഇത് എത്രമാത്രം സാർത്ഥകമാകും അവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇവരുടെ തുടർ നീക്കങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ കഴിയൂ. എത്രമാത്രം ആളുകൾ ഇതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്നൊക്കെ വരും ദിവസങ്ങളിൽ. സിനിമാ മേഖലയിൽ നിന്ന് പുതിയ സംഘടനയ്ക്കുള്ള നീക്കമാണ് നടക്കുന്നത്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകാനായി ആഷിഖ് അബുവും ലിജോ ജോസ് പെല്ലിശ്ശേരിയും അടക്കമുള്ളവർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. മാധ്യമ വിചാരണയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് WCCയുടെ തുറന്ന കത്ത്. ഹേമ കമ്മിറ്റിക്ക് നൽകിയ രഹസ്യമൊഴിയുടെ വിവരങ്ങൾ പുറത്തുവിടരുതെന്നും സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്ത ആക്രമണം തടയണമെന്നും WCC ആവശ്യപ്പെട്ടു. സ്വകാര്യ മൊഴികൾ പുറത്തുവിടുന്ന ഒരു വാർത്താ ചാനലിനെതിരെയാണ് പരാതി.